എരിയുന്ന ചൂടും ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കാൻ മറക്കാത്ത കണിക്കുന്ന പൂക്കൾ കണി കണ്ടുണരുന്ന നമുക്ക് പടക്കം ചെറുപ്പം തൊട്ടേ ഓർമ്മകളുടെ താളുകളിൽ എന്നും ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കും. ചെറുതായിരിക്കുമ്പോൾ പടക്കം പൊട്ടിക്കാൻ പേപ്പർ എടുക്കുന്നത് കാണുമ്പോഴേ കൈവിരൽ മുഴുവൻ ചെവിക്കുള്ളിലാക്കി ഓടിപ്പോയി ഒടിക്കും. ഇത്ര പേടിയാണെങ്കിൽ പടക്കം മേടിക്കണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ അത് വാശി പിടിച്ച് തന്നെ മേടിക്കും. അന്ന് കൊലാണിന്റെ സ്റ്റെപ്പിൽ അച്ഛനെ കാത്തിരിക്കുമ്പോഴാണ് ഇത്ര നേരം വൈകിയാണ് അച്ഛൻ വരുന്നതെന്ന് ചിന്തിക്കുന്നത്. അന്നത്തെ മത്താപ്പ് കിട്ടുന്ന സന്തോഷം ഇന്നത്തെ ഷോർട്ടായി മാറി. നമ്മുടെ വഴികളൊക്കെ റോഡായി മാറിയാലും റോഡുകൾ 4 വരി ആയാലും പടക്ക സ്നേഹം മാറൂല കേട്ടോ. അത് വാങ്ങാൻ പോകുന്നത് വിഷുവിലെ ഒരു ചടങ്ങ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പടക്കം പർച്ചേസാണ്. ഒട്ടുമിക്ക വീടുകളിലും വിഷുവിന് മുമ്പ് എത്തുന്ന ഒരു അതിഥിയാണ് കുത്തിപ്പൊട്ടി. ഇതിന് കുത്തിപ്പൊട്ടി എന്നാണോ പറയാന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ കല്ലുകൊണ്ട് ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ കുത്തിപ്പൊട്ടി എന്ന് വിളിക്കുന്നത്. ഇപ്പം തൂക്കുകളൊക്കെ വന്നതുകൊണ്ട് റോൾ ക്യാപ്സ് അങ്ങനെ പല പേരുകളും ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയത്. പിന്നെ പാമ്പ് ഗുളിക, അതൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. ആദ്യമൊക്കെ പാമ്പ് ഗുളിക വരുമ്പം ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെയും പല പാക്കറ്റുകളും പല രീതിയിൽ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ പൂത്തിരിയാണ്. അപ്പോൾ ഇപ്രാവശ്യവും ഇതുപോലെ തന്നെ നല്ല നീളത്തിലുള്ള പൂത്തിരികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയ ഒരു കാര്യം സ്മോക്ക് ഫ്രീ ആയിട്ടുള്ള പൂത്തിരിയാണ്. അധികം പുക വരാത്ത പൂത്തിരിയാണ്. ഇതന്നെ പച്ച കളറിലും ചുവപ്പ് കളറിലും വരുന്നുണ്ട്. ആയിട്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് പൂത്തിരി ഇതുപോലെ വെച്ചിട്ട് കയറിൽ ഇത്രയും പൂത്തിരി വെച്ചിട്ട് നമുക്കിങ്ങനെ കറക്കിയിട്ട് കത്തിക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പൂത്തിരികളുണ്ട്, പല കളറിൽ സ്പാർക്ക് ചെയ്യുന്നത്. ഈ പൂത്തിരിയൊക്കെ പല കളറിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഇതൊക്കെ പല കളറിൽ വരുന്ന പിങ്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കളറിൽ വരുന്ന പൂത്തിരികളാണ്. പിന്നെ പൂത്തിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ മേശപ്പൂ. മേശപ്പൂവിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നമുക്ക് വിടാൻ പറ്റുന്ന ആ ഷോട്ടില്ലേ, ആ സംഭവമാണ് കേട്ടോ. പിന്നെ ഷോട്ടുകളിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അറിയാലോ. നമ്മൾ പോകുമ്പോൾ ഇപ്പം അധികം ആൾക്കാരും ഷോട്ടുകൾ വാങ്ങിക്കാറുണ്ട്. നമുക്ക് പിന്നെ ഓരോ വർഷം കഴിയുന്നതും വെറൈറ്റി ആയി തോന്നി അതിൻ്റെ പാക്കിങ്ങിലും അതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് പുറമേയുള്ള പാക്കറ്റ് കാണുമ്പോൾ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിൻ്റെ ബോക്സ് തന്നെ ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഒരുപാട് പൊട്ടിക്കുന്ന പടക്കങ്ങളുണ്ടായിരുന്നു. ഇത് പൊട്ടിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ ഗുണ്ടില്ലാത്ത എന്ത് വിഷയമാണല്ലേ. അപ്പം നമ്മുടെ ഗുണ്ടാശാമാരും ഉണ്ട്. ഇതൊക്കെ എല്ലാവരും എത്ര കാലം കഴിഞ്ഞാലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്തി ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ കോമ്പലപ്പടക്കം, അപ്പോൾ അതന്നെ അതൊക്കെ ഗോൾഡൻ കോബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ അതിൻ്റെ പാക്കിങ് കാണുമ്പോൾ തന്നെ കുറച്ചൊരു ഭീകരത തോന്നുന്ന തരത്തിലുള്ള പാക്കിംഗ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ ഒരു വെറൈറ്റി ആയ സംഭവം, ഒരു കപ്പ് കേക്കൊക്കെ പോലെ തോന്നി. ഇതൊരു മേശപ്പൂവാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗത്താണ് നമ്മൾ കത്തിക്കുക. നിലച്ചക്രത്തിൽ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് പല കളറിൽ വരുന്ന നിലച്ചക്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം സാധാരണ ഒരു കളറിലല്ലേ നിലച്ചക്രങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് പല കളറിൽ വരുന്ന നിലച്ചക്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പെൻസിലൊക്കെ അധികം മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഉണ്ട് കേട്ടോ. പിന്നെ ശിങ്കാരിമേളം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് അവർ പറയുന്നത് ഈ ശിങ്കാരിമേളം പോലെ ഇങ്ങനെ പൊട്ടി കത്തുന്നൊരു സംഭവമാണ്. ഇതും അതേപോലെ തന്നെ നെൽചക്രത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്.
അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊന്നും ഇപ്രാവശ്യം അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങളും ഇവിടുന്ന് കുറച്ചൊക്കെ പടക്കങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ വിഷുവിൻ്റെ അന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണിക്കാം. ഒരുവിധം എല്ലാവരും പടക്കം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. വിഷു ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും ഇപ്പോൾ പടക്കം പർച്ചേസിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ നമുക്കിനി വിഷു കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.